അല്ലാണ്ട് കൊള്ളത്തില്ല, ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എൻഗേജിങ് അല്ല. പിന്നെ ആൻ്റണി മാക്കിയുടെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് നമുക്ക് ഫാൽക്കണായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു പണിയില്ലെങ്കിൽ ഒന്ന് കാണാം. ഈ ഡെഡ്പൂൾ ഇറങ്ങിയതിന് ശേഷം ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആണല്ലോ, അപ്പം അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയില്ല. പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് തോന്നില്ല, ഫാൽക്കൺ വന്ന് ചെയ്യുന്ന പോലെ തോന്നിയുള്ളൂ. നീതിപൂർത്തിയുടെ എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ചുമ്മാ ഒന്ന് മേക്ക് ചെയ്ത് നമ്മളാളെ പറ്റിക്കാൻ വേണ്ടി. ഇതാണ് ഒരു അടുത്ത ക്യാപ്റ്റൻ അമേരിക്ക. Not the best movie, but not the worst either. കൊള്ളത്തില്ലായിരുന്നു. പഴയ ഇതിനു മുമ്പുള്ള ക്യാപ്റ്റൻ അമേരിക്കയുടെ സിനിമകളുണ്ടല്ലോ, അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച പോലെ ഉണ്ട്. അല്ലാണ്ട് കൊള്ളത്തില്ല, ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എൻഗേജിങ് അല്ല. പിന്നെ ആൻ്റണി മാക്കിയുടെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് നമുക്ക് ഫാൽക്കണായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ക്രിസ് ഇവൻസ് ആണ് സംഭവം ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുമ്പോൾ. ഇതിനകത്തൊന്നും ഇല്ല, സത്യം പറഞ്ഞാൽ പേരേ ഉള്ളൂ. പുള്ളി പറക്കുവാണ്, എന്തായാലും ഫാൽക്കണാണ് സംഭവം. അത് തന്നെ, വേറെ ഒന്നും വലിയ സംഭവമായിട്ട് തോന്നിയില്ല, എനിക്ക് തോന്നിയില്ല. വേറെ ഒരു പണിയില്ലെങ്കിൽ ഒന്ന് കാണാം, അതേ ഉള്ളൂ. കൊള്ളാം, നല്ല ആക്ഷനൊക്കെ നന്നായിട്ടുണ്ട്. അല്ല, കണക്റ്റ് ആവുകയൊന്നുമില്ല, അത്യാവശ്യം നല്ല പരിപാടിയാണ്. നല്ല ആക്ഷനും പരിപാടിയൊക്കെ, ബോറൊന്നും അടിക്കത്തില്ല. 2 മണിക്കൂറുള്ളൂ പടം, ചെറിയ പടമാണ്, വേറെ കുഴപ്പമൊന്നും. സെയിമാണ്, നല്ല പടമാണ്. മറ്റേ സാമുവൽസൺ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നൈസായിരുന്നു. ഇല്ല, ഇപ്പോൾ ഈ ഡെഡ്പൂൾ ഇറങ്ങിയതിന് ശേഷം ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആണല്ലോ, അപ്പം അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയില്ല. പിന്നെ പൊതുവെ ഇത് അവരുടെ തന്നെ ഇക്കൊല്ലത്തെ ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ മൂവിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരിതുണ്ട്. പക്ഷേ നൈസാണ്, ആക്ഷൻ ബ്ലോക്കൊക്കെ കൊള്ളാം. പക്ഷേ അത്രയ്ക്ക് ഡെഡ്പൂളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. അല്ല, കുഴപ്പമില്ല. ലൈക്ക് ഇത് സ്റ്റാർട്ടിങ് ആണല്ലോ, സോ അപ്പം കുഴപ്പമില്ല, കണ്ടിരിക്കാം അത്രയും. ഒന്നുമായിട്ട് ഒന്നും മാച്ച് ആവാനില്ല. വില്ലൻ്റെ ഒരു ഇതും കാണിക്കണമൊന്നുമില്ല. ഫൈനലും ഇതായിട്ടൊരു ഇത് മാച്ചില്ല, ഒന്നും പോരാ, ആവറേജ്. ഭയങ്കര വീക്കാണ്. അല്ല, മാർവലിൻ്റെ ഏറ്റവും വീക്ക് മൂവി എന്ന് തന്നെ പറയാം. വേറെ പ്രശ്നമൊന്നുമില്ല, നൈസാണ്. ഹൾക്കിൻ്റെ ഒരു റിട്ടേണൊക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, പണ്ടത്തെ മാർവലിൻ്റെ ഒരു ഇത് പോയെന്നേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. കുഴപ്പമില്ല, കാണാൻ പറ്റും, നല്ല മൂവി. കുഴപ്പമില്ല, വൺ ടൈം കാണാം. ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് തോന്നില്ല, ഫാൽക്കൺ വന്ന് ചെയ്യുന്ന പോലെ തോന്നിയുള്ളൂ. നീതി പുലർത്തിയുടെ എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല ബ്രോ, കൊള്ളാം. കുഴപ്പമില്ല, വിചാരിച്ച അത്ര ആയില്ല. അത്രയ്ക്കില്ല. അത്രയും വന്നില്ല. പിന്നെ അടുത്തൊരു മൂവിക്ക് വേണ്ടി അവരൊന്നും കറക്റ്റായിട്ട് അത് സെറ്റും ചെയ്തിട്ടില്ല. ഓക്കെ ഫിലിം, അത്രേ ഉള്ളൂ. ഓക്കെ ഫിലിം കണ്ടിരിക്കാം, കുഴപ്പമില്ല. ഒരു വളരെ മോശം സിനിമയല്ല, ഒരു മാർവൽ ലെവൽ പടമല്ല. ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴുള്ള ചില സ്ക്രീൻ പ്ലേ ഒക്കെ അങ്ങനെ കുറച്ച് വീക്കായതുപോലെ തോന്നുന്നു. പടം കണ്ടിട്ട് പടം ഒരു മാർവലിനെ ഫുൾഫില്ലാക്കാൻ നടക്കുന്നില്ല. ജസ്റ്റ് ഒരു സ്റ്റോറി പ്ലോട്ട് ക്യാപ്റ്റൻ അമേരിക്ക ആക്കാൻ വേണ്ടി കാണിച്ചിട്ടുണ്ട് സാമുവൽസനെ. അതൊക്കെ പിന്നെ റെഡ് ഹൾക്കിൻ്റെ സീന് അത് ഭയങ്കര ഹെവി ആയിരുന്നു. ഹൈ ഡോസ് തന്നെ, നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് അപ്പുറം സീനായിരുന്നു. പിന്നെ ലാസ്റ്റ് എൻഡിങ് വന്നിട്ട് അത് ചുമ്മാ സാമുവൽസിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി ആ റെഡ് ഹൾക്കിനെ സ്റ്റോപ്പ് ചെയ്യുന്നതും അതൊരു ചെറിയ നമുക്കത് അങ്ങനെ മനസ്സിലാവും, അത് ഒപ്പിച്ചൊരു പരിപാടിയാണെന്ന്. ബാക്കി അല്ലാതെ ഒരു വലിയ സംഭവം എന്ന് പറയാനില്ല. ജസ്റ്റ് ഒരു സാമുവൽസിനെ ക്യാപ്റ്റൻ അമേരിക്ക ആകുന്നു, ആ ഒരു സീൻ മാത്രമേ ഉള്ളൂ. അത് പേരിനോട് നീന്തി പ്ലോട്ട് അതിന് വേണ്ടി മാത്രമാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു സ്റ്റോറി പ്ലോട്ട് വലുതൊന്നുമില്ല. ജസ്റ്റ് ചുമ്മാ ഒന്ന് മേക്ക് ചെയ്ത് നമ്മളാളെ പറ്റിക്കാൻ വേണ്ടി. ഇതാണ് ഒരു അടുത്ത ക്യാപ്റ്റൻ അമേരിക്ക, അത്ര മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തൊന്നും ഈ പടത്തിൽ പ്രതീക്ഷിക്കൊന്നുമില്ല. ചെറിയ പടം, അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു പറയാനൊന്നുമില്ല, കൊള്ളായിരുന്നു. I like it. Not the best movie, but not the worst either. Yeah, I liked it, and also the other fight scenes. Yeah. What about the post-credit screen? Yeah, I also like the post. I'm not gonna spoil anything of the movie, but yeah, I'll give it an 8 out of 10. I'm a huge Marvel fan. Yes. I don't want to spoil anything.